ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതേ ഇന്ന് നമ്മുടെ അയർമാൻ്റെ ബർത്ത്ഡേന് അപ്പോൾ ഞാൻ ജസ്റ്റ് രാവിലെ തൊട്ടുള്ള ചെറിയ ചെറിയ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെ തന്നെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ആദ്യം മാറ്റിയതിന് ശേഷമാണ് ഞാൻ ചായ വെച്ചത്. അപ്പോൾ അതേ ഭൂരിക്കൊക്കെ കുഴച്ച് വെച്ച് പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇമ്പ്രൂണ് സ്കൂളിൽ വിട്ടിട്ടാന്ന് വെച്ചാൽ നൈറ്റ് ജസ്റ്റ് ഒരു കേക്ക് മുറിക്കുക അത്ര ഒരു പ്ലാനേ ഉള്ളൂ. അപ്പോൾ ഇമ്പൂന് സ്കൂൾ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഇമ്പൂനെ സ്കൂളിൽ വിട്ട് അവരുടെ ഫസ്റ്റത്തെ ബർത്ത്ഡേ നമ്മൾ ജസ്റ്റ് ഇക്കായ ഞാനും ഉമ്പറും മാത്രമായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കേക്ക് മേടിച്ച് മുറിച്ച് അത്രേ ഉണ്ടായുള്ളൂ. ആരും വിളിക്കുകയൊന്നും ചെയ്തില്ല. ഇപ്രാവശ്യം വിളിച്ചെന്നല്ല, ഇക്കാൻ്റെ ഫാമിലിയിൽ നിന്ന് പാപ്പ ഉമ്മ ഇക്കാക്ക അനിയൻ വൈഫ് അനിയൻ്റെ വൈഫ് ചേട്ടൻ്റെ വൈഫ് മക്കൾ അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ താത്താനെയും ഇക്കാനെ വിളിച്ച് ഉമ്മച്ചിനെയും മുത്തുമ്മമാരും വന്ന്. അപ്പോൾ അത്രേ ഉണ്ടായുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് രാവിലെ എണീറ്റായിരുമ്മ ഹാപ്പി ബർത്ത്ഡേ പാടി കൈയൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി. അവൾക്ക് എന്താണെന്നറിയില്ലെങ്കിലും ഇപ്പോൾ രണ്ട് മൂന്ന് പേരുടെ ബർത്ത്ഡേ കണ്ടതുകൊണ്ട് അവൾക്ക് ഹാപ്പി ടു യു എന്ന് പറയും. അപ്പോൾ അതേ ഫുഡ് കഴിപ്പം കഴിയുമ്പോൾ സ്കൂളൊക്കെ വിട്ടതിന് ഉച്ചയ്ക്ക് ഇക്കാൻ്റെ ഉമ്മ ഒരു 11:30 മണിയൊക്കെ ആയപ്പോൾ വന്നെന്ന് തോന്നുന്നു, ടൈം അറിയില്ല, ഓർമ്മ വന്ന്. അപ്പോൾ ആ കറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിൽ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ അതേ ചിക്കൻ കറിയൊക്കെ വെച്ചു. രാത്രിത്തേക്ക് നാസ്ത മേടിക്കാമെന്ന് പറഞ്ഞേക്കണം, പൊറോട്ട. അപ്പം അതങ്ങനെ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേ ചായ കുടിക്കണമായിരുന്നു. ഇന്ന് ലാസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ എല്ലാവരും സംസാരിച്ചൊക്കെ ഇരിക്കുന്നതിന് മൂത്തുമ്മമാർ രണ്ടുപേരുണ്ട്, പിന്നെ ബാബിയാണ്ടെന്ന് വെച്ചാൽ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു തോന്നണം. അയർമാർക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണേണ്ട. ഇക്കാൻ്റെ ഉമ്മ എടുത്ത ഡ്രസ്സാണിത് ബർത്ത്ഡേക്ക്. അപ്പം ഞാൻ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇട്ടത്. അപ്പോൾ അതേ അയർമ്മ ഡ്രസ്സ് കാണിച്ച് പിന്നെയാണ് കണ്ടെഴുതാൻ വെച്ചാൽ എല്ലാവരും ഉള്ളതുകൊണ്ട് കളിക്കാനുള്ള ഭയങ്കര ഹരമാണ് അയർമാർക്ക്. വെറുതെ കളിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവരുടെ കൂടെ ഇരിക്കണം, അവരെന്തൊക്കെ ചെയ്യണമെന്ന് നോക്കണം, അങ്ങനെ ഒരിത്. അപ്പോൾ അതേ ലാസ്റ്റ് കണ്ണെഴുതാൻ വേണ്ടി പിന്നെ കിടന്ന് തന്ന് ഉടുപ്പൊക്കെ ഇട്ടുണ്ട്. പിന്നെ ആ ഉടുപ്പ് അത്ര ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഒരു കോട്ടും കൂടി ഇടാനുണ്ട്. അപ്പം ഞാനത് വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചിട്ട് കണ്ണെഴുതി കൊടുത്തിട്ടാണ് ഇട്ടത്. പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഉമ്മയുണ്ട്, അനിയത്തിയുണ്ട്, റൂമിൽ ബാബിയുണ്ട്, ഇക്കയുണ്ട്. ഇക്ക വന്ന് പിന്നെ മുടി കെട്ടാൻ വേണ്ടി ചീപ്പൊക്കെ കൊണ്ടുപോയി. മുടി കെട്ടണ്ടെന്ന് ഇക്ക പറഞ്ഞത്, പക്ഷേ മുടി രാവിലെ കുളിച്ചപ്പോൾ മുടി കെട്ടിയോണ്ട് പൊങ്ങിത്തന്നെ ഇരിക്കണം. പിന്നെ മേലെ ഇച്ചുള്ളൂ, തരാൻ അനിച്ചില്ല, ചെറിയൊരു ജലദോഷമുള്ളതുകൊണ്ട്. അപ്പോൾ അതേ കേക്ക് കട്ട് ചെയ്താണ് കേട്ടോ. അരമ്മയും ഇമ്പറും കൂടിയാണ് കട്ട് ചെയ്തത്. അതൊരു കുളമാക്കി കളഞ്ഞപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അതേ ഫസ്റ്റ് കേക്കിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് ഇടയിലായപ്പോൾ പിന്നെ മാറ്റാനൊന്നും പോയില്ല. അപ്പോൾ ഞാനിക്കയും കൂടി ഇതാക്കി. പിന്നെ അയറുമാക്ക് കറക്റ്റ് കേക്ക് മുറിച്ച് മിഠായി വെച്ചേക്കണം, ഒരു പ്ലേറ്റിൽ മിഠായി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് മിഠായി വേണമെന്നും പറഞ്ഞ ഒരു മിഠായി വേഗം തന്നെ പൊളിച്ച് വായിലിട്ട്. അത് വായിലിട്ടത് കൊണ്ട് അയറുമ്മ ആര് കേക്ക് കൊടുത്തിട്ടും വേണ്ട പിന്നെ തള്ളി കളയണേന്. അപ്പോൾ ഇക്കാനും ഉമ്മായും ഉപ്പായുമാണ് കേക്ക് കൊടുക്കണം. അപ്പോൾ ഉപ്പതേ സ്പൂണിൽ മുറിക്കണ ഇതിൽ കൊടുത്തപ്പോൾ അവൾ എന്തോ അതൊന്ന് ജസ്റ്റ് വായിൽ വെച്ചു. അപ്പോൾ ഉപ്പ പറഞ്ഞു ഈ ഐഡിയ ട്രിക്ക് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മാട്ടെ അങ്ങനെ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ മിഠായിയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് കൊടുത്തത്. പിന്നെ അയറുമ്മ തന്നെ എല്ലാവരെയും വിളിക്കും, മിഠായി ഇട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ മൂത്തുമ്മമാർ രണ്ടുപേരും വന്ന് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആരും എടുത്തിട്ടും വേണ്ട, എല്ലാവരെയും കൈ കൊണ്ട് തട്ടിക്കളയുന്ന അവൾ നീക്കള. പക്ഷേ അവൾക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ക്രീം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ ക്രീം ബണ്ണും ഇഷ്ടമാണ്. അപ്പോൾ അത് കാക്ക കൊടുത്തു, ഓരോരുത്തർ കൊടുത്തു. മിക്ക വീഡിയോ അത് 2-3 ഫോണിൽ എടുത്തുകൊണ്ട് ചില വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. ഇതിപ്പോൾ പാപ്പാൻ്റെ ഫോണിലും എൻ്റെ ഫോണിലും എടുത്തു. ഇപ്പോൾ ഈ വീഡിയോ എടുത്തു തന്നേക്കണത് മൂത്തിക്കാകാൻ്റെ മൂത്ത മോനാണ് എനിക്ക് എടുത്തു തന്നേക്കണത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പാപ്പിച്ചിൻ്റെ ഫോണിൽ ഫോട്ടോസൊക്കെ എടുക്കണതുകൊണ്ട് അവനാണ് എടുത്തത്. അപ്പോൾ അത് അനിയത്തിയും കൊടുത്തു, എല്ലാവരും കൊടുത്തു കേക്ക്. എല്ലാവർക്കും കേക്ക് അയറുമ്മാനെ ഇറക്കി വിട്ടിട്ടാണ് കേട്ടോ കേക്ക് മുറിച്ച് കൊടുത്തത്. അല്ലെങ്കിൽ അവിടെ വിരകുന്ന കാര്യത്തിലൊരു സംശയവുമില്ല. പിന്നെ അതേ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്ന സീനാണ് പിള്ളേരെ കൊണ്ട് അണ്ടമിക്കും കൊടുപ്പിച്ചത്. ഉമ്പൂറ് വാപ്പിച്ചിക്ക് മേടിച്ച് കൊടുത്തിട്ട് ഒരു ടോയാണ്. അപ്പോൾ അത് കൊടുത്ത് അനിയത്തിയുടെ വെച്ച് കൊടുത്ത്. അപ്പോൾ ഇമ്പൂറ് മറ്റേ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് ചെക്കനും പെണ്ണും കൊടുക്കുമ്പോൾ മാറ്റി മേടിച്ച് വെക്കൂല, അതുപോലെ മാറ്റി മേടിച്ച് വെക്കണേ ഉണ്ടോ. ഓരോരുത്തരോരോരുത്തർ കൊടുക്കണേണ്. അയർമാർക്ക് സെക്കൻഡ് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് എന്തോ മാഷാഅല്ലാ നല്ല രീതിയിൽ പറ്റി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ ഉമ്മ ഡ്രസ്സ് എടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഇത് കാണിച്ച് എല്ലാവരും ഉടുപ്പ് വരുമ്പോൾ കിറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഉപ്പാന്ന് ചോദിക്കണേണ്ടായിരുന്നു ഉമ്മ. പിന്നെ താഴ്ത്തിറക്കി എല്ലാവരെയും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് ആരും വന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഞങ്ങൾ അങ്ങനെ എടുക്കാറുള്ളതാണ് എല്ലാവരുടെയും ബർത്ത്ഡേക്ക് എല്ലാവരെയും കൂടി നിർത്തിയിട്ട്.
പിന്നെ ഒരാൾ നിർത്തുമ്പോൾ ഒരാൾ നിൽക്കില്ല, ഒരാൾ പോകും. കണ്ടോ, ഒരാൾ പോയി. പിന്നെ അനിയൻ്റെ കൊച്ച് ചെറുതാണ്, 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഫെബ്രുവരിയിൽ. അവൻ നിൽക്കണില്ല. പിന്നെ അവനക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവൻ നിൽക്കണ്ടായില്ല. പിന്നെ കിട്ടണവരെന്ന് വെച്ച് അങ്ങനെ ഇടയിൽ വന്നോണ്ട് വരാൻ പറ്റിയില്ല, താത്താക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഇത്താത്ത ഡ്രസ്സ് മേടിച്ചിട്ട് ഉമ്മച്ചിൻ്റെ കൈ കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഇട്ട് നോക്കി. പിന്നെ അതേ ഇത് താത്ത മേടിച്ചത് ജീൻസും ഫസ്റ്റ് കാണിച്ചാണ്. അപ്പോൾ ഇത് ഉമ്മച്ചിയും കൊണ്ടുവന്ന ഓരോരുത്തരെടുത്ത ഡ്രസ്സ് എല്ലാവരും മേടിച്ച ഡ്രസ്സ് ഇട്ട് നോക്കി. പിന്നെ ഫോട്ടോസ് മിക്കതും ഫോട്ടോസാണ് എടുത്തത്, അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇതിപ്പോൾ പാവേനെ പിടിച്ചേക്കണോണ്ട് അതിന് എടുത്തതാണ്. പിന്നെ ഇത് മൂത്തിക്കാക്ക മേടിച്ച ഡ്രസ്സാണ്, അതിട്ട് പിന്നെ ഊരിയില്ല അവൾ. അപ്പം നാസ്തയൊക്കെ കൊടുത്തു, എല്ലാവരും പോയി. ഹയറുമായി ഇമ്പ്രൂവും കളിക്കണം. അപ്പം ഇക്കാൻ്റെ കൂട്ടുകാരനും കൊച്ചും കൂടി വന്ന് അവരായി കളിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാസ്തയൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പോയത്. നാസ്തയുടെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.